ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു വൺ പീസ് ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 300 mm ക്ലോസറ്റ് ആണ്. അളവിലാണ് നമ്മൾ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ഈ പുഷ് ക്ലോസറ്റിലേക്ക് ഉറപ്പിക്കുക. ക്ലേ ടൈപ്പ് പുഷാണ് വന്നിട്ടുണ്ടാവുക. അത് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് പൈപ്പ് നമ്മൾ അളവെടുക്കുക. ക്ലേ നമ്മൾ സാധാരണ ക്ലോസറ്റിൻ്റെ മുകളിൽ ഉറപ്പിക്കുക ചെയ്യാറ്. ഈ പുഷ് പൈപ്പിന്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്യാറില്ല. 4 പൈപ്പിന്റെ മുകളിൽ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ക്ലോസറ്റ് ഇറക്കി വെക്കുമ്പോൾ കറക്റ്റ് സൂട്ട് ആവില്ല. ഗ്യാപ്പ് വരാനും ലീക്ക് വരാനും ചാൻസ് കൂടുതല. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ലീക്ക് ഇല്ലാണ്ട് ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ പൈപ്പ് 4-5 പൈപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഈ ക്ലോസറ്റിന് ഏകദേശം 1/2 ഇഞ്ച് മുകളിലേക്ക് നിർത്തിയിട്ട് കട്ട് ചെയ്യേണ്ട ഒരു അളവിലാണ് വരുന്നത്. ചില ക്ലോസറ്റുകൾ കറക്റ്റ് ടൈലിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുന്ന രീതിയിൽ അളവ് വരും. കാരണം ക്ലോസറ്റിന്റെ പൈപ്പ് നമ്മുടെ ക്ലോസറ്റിന്റെ പൈപ്പ് കുറച്ച് പുറത്തേക്ക് തള്ളി ഉള്ളിൽ കയറി അങ്ങനെ അളവുകൾ വരാറുണ്ട്. അപ്പോൾ അത് അളവ് നോക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ക്ലോസറ്റിന് വന്നിട്ടുള്ളത് ഒരു 4-5 പൈപ്പ് ഏകദേശം ഈ അളവില്ല 1/2 ഇഞ്ച് മുകളിലേക്ക് നിർത്തി കട്ട് ചെയ്യുന്ന ലെവലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ക്ലോസറ്റ് അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് കറക്റ്റ് അളവ് നോക്കി നേരെ എന്നിട്ട് നമ്മൾ അളവും കാര്യങ്ങളും ടാപ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ നോട്ട് ലെവലെ കറക്റ്റായിട്ട് നോക്കിയതിൻ്റെ ശേഷം എല്ലാ സൈഡും വരച്ച് സെറ്റ് ചെയ്യുക. വരച്ചിട്ട് 4 സൈഡും വരച്ച് സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ക്ലോസറ്റ് സ്ക്രൂ ചെയ്യാറില്ല കേട്ടോ. കാരണം അത്രയും വെയിറ്റുള്ള ക്ലോസറ്റ് 2 ആൾ കറക്റ്റ് പിടിച്ചാലാണ് പൊന്തുള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റുള്ള ക്ലോസറ്റ് ഒരിക്കലും സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ ചെയ്യുന്ന സ്ക്രൂവിലൊന്നും ഈ ക്ലോസറ്റ് ലോഡായിട്ട് ഇരിക്കില്ല. ആ സ്ക്രൂ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുള്ളത്. അത് വെറുതെ തുരുമ്പിടിച്ച് പോകാന്നല്ലാണ്ട് ഒരു ഉപകാരമുള്ള സ്ക്രൂ അവർ കൊടുത്തേക്കുക. കമ്പനിയുടെ ഒപ്പം കൊടുത്തേക്കുക. 1-2 കൊല്ലം കഴിഞ്ഞാൽ സ്ക്രൂ ഒക്കെ തുരുമ്പിടിച്ച് പോകും. അപ്പോൾ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ സൈഡും വരച്ചതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ക്ലോസറ്റ് പുറത്തേക്ക് ഊരി വയ്ക്കുക. എല്ലാ സൈഡും കറക്റ്റ് ക്ലിയർ ആയിട്ട് വരയ്ക്കണം കേട്ടോ. നമുക്ക് മാർക്ക് ചെയ്യണം ക്ലോസറ്റിൻ്റെ 4 സൈഡും. ഇതുപോലെ പെൻസിൽ എടുത്തിട്ട് തന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ 4 സൈഡും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് ഊരി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആ പൈപ്പ് കറക്റ്റ് ക്ലേയുടെ മുകളിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. കണ്ട, അപ്പോൾ ലീക്ക് കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് 4-5 പൈപ്പിനുള്ളിലേക്ക് ഇത് ഇറങ്ങി കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ അത് വീണ്ടും നമ്മൾ അതേപോലെ ക്ലേ അമർത്തി കൊടുത്തതിന് ശേഷം ആ വരച്ച ഭാഗത്ത് കറക്റ്റ് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിൽ നമ്മൾ MC ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ MC ഇട്ടാണ്. വൈറ്റ് MC കിട്ടും. അതുപോലെ വൈറ്റ് സാനിറ്ററി MC കിട്ടും. MC വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ഉപകാരം എന്ന് വെച്ചാലേ നമുക്ക് ഈ MC ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആവും. പിന്നീട് നമ്മൾ വെള്ളം ചെക്ക് ചെയ്യുക കാര്യങ്ങൾ, അതുപോലെ ബാത്റൂമിൽ ടാപ്പൊക്കെ കുറിച്ച് ചെക്ക് ചെയ്ത് നമുക്ക് വൈറ്റ് സിമിലൊക്കെ സെറ്റ് ചെയ്താൽ പിന്നെ വെള്ളം വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. നമുക്ക് ലാസ്റ്റ് ക്ലോസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ MC ഇട്ട് സെറ്റ് ചെയ്തതിൻ്റെ ആവശ്യം വരില്ല. കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. 1/2 മണിക്കൂറിൽ സാധനം സെറ്റായി നമുക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് പോരാനും പറ്റും. ഇതുപോലെ കറക്റ്റ് ലൈനിൽ നമ്മൾ MC സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലോസറ്റിന് ഏകദേശം 3 MC വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ലെവൽ നോക്കി കറക്റ്റ് എടുക്കാൻ പറ്റും. ബ്ലേഡ് കൊണ്ട് നമുക്ക് ചെത്തി എടുത്തു കഴിഞ്ഞാൽ ക്ലോസറ്റ് ഒരു കാലത്ത് മുന്നേ സംഭവം ഒന്നും വരില്ല. കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ക്ലോസറ്റ് സെറ്റ് ചെയ്യാറ്. പിന്നീട് നമ്മളിതിൻ്റെ വെള്ളം വെച്ചിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ MC കട്ട് ചെയ്ത് സെറ്റ് ആവാനായിട്ട് മുമ്പ് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരിക. എന്നിട്ട് ഒഴിച്ച് നോക്കുക ലീക്ക് കാര്യങ്ങളുണ്ടോ നോക്കുക. അതെന്തായാലും ചെക്ക് ചെയ്യണം നമ്മൾ. കാരണം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് MC സെറ്റായി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ MC പുറത്തേക്ക് തള്ളി നിൽക്കുന്ന MC കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കുക. MC വയ്ക്കുമ്പോൾ അത്രയും സിമ്പിളാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനും സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ അത്രയും ഫിനിഷ്. ബ്ലേഡ് എടുത്ത് വേറെ വരച്ച് കഴിഞ്ഞാൽ MC ഉണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് പോരും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ 1 പീസ് ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നോക്കി MC ഒന്നും കാണില്ല. കറക്റ്റ് ലൈനിൽ ക്ലോസറ്റിൻ്റെ അതേ അളവിൽ MC നമുക്ക് കട്ട് ചെയ്തെടുക്കുക. വെള്ളമാക്കി കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തിട്ട് പോരും. MC മുകളിൽ തിരി വെള്ളമാക്കിയിട്ട് തന്നെ കൈ കൊണ്ട് വടിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലോസറ്റിൽ MC ഇട്ടുണ്ടെന്നാ അറിയുന്നില്ല. നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ അവിടെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1 പീസ് ക്ലോസറ്റ് സെറ്റ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യാത്തവരോട് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്.